വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൾഡ് സ്ലീവിൻ്റെ പാറ്റേണാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള വെറൈറ്റി സ്ലീവ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി സ്ലീവാണ് കേട്ടോ അത്. ഞാനിപ്പോൾ ഈ ടോപ്പ് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യണത്. നിങ്ങൾക്ക് ലൈനിങ് വെക്കാതെയും കോൾഡ് സ്ലീവ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടിങ്ങൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ലൈനിങ് ഇല്ലാതെ ചെയ്യുമ്പോഴും നമ്മൾ ഈ കട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. കോൾഡ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നോർമലി നമ്മൾ സാധാരണ ഒരു സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ തുണികളൊക്കെ മടക്കിയിട്ട് നമുക്കൊന്ന് അളവുകൾ മാർക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഈ സ്ലീവിന് എടുത്തിട്ടുള്ള തുണി നമുക്ക് ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും ഒന്ന് ഒപ്പം മടക്കി കൊടുക്കാം. നാലായിട്ട് മടക്കിയെടുക്കുക. ലെങ്ത് വൈസ് ആദ്യം ഒപ്പം മടക്കിയിട്ട് വിഡ്ത്ത് വൈസ് ഒപ്പം മടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുമ്പോൾ സൈഡ് മാറിപ്പോവില്ല. രണ്ടും രണ്ട് സ്ലീവിലേക്കായിട്ട് കറക്റ്റായിട്ട് കിട്ടും. മടക്കുന്ന രീതി മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷോൾഡറിന് എടുത്ത സെയിം ലെങ്ത്ത് തന്നെയാണ് ഞാൻ സ്ലീവിനും കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടു നോക്കുക. നമ്മൾ 6.5 മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ക്യാപ്പ് ഹൈറ്റ് ആയിട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മടക്കിയ സൈഡ് ഉണ്ടല്ലോ, ആ മടക്കിയ സൈഡിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കൈക്കുഴിയുടെ ആ കറക്റ്റ് അളവാണ്. നമുക്ക് തയ്യൽ തുമ്പ് കൂടി ഒന്ന് എക്സ്ട്രാ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചാണ് എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഞാനൊരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത്. നിങ്ങൾ ലൈനിങ് വെക്കാതെയാണ് സ്ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചൊന്നും നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കേണ്ട, 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഈ 7 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം. നമുക്ക് കൈയിൻ്റെ ലൂസ്, താഴത്തെ ബോട്ടം ലൂസ് ഉണ്ടല്ലോ, ആ കൈ ലൂസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈ ലൂസ് നമുക്ക് 10.5 അപ്പോൾ 10.5യുടെ പകുതി 5.25 നമുക്കിതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ആ തയ്യൽ തുമ്പും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഈ തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടോപ്പിൽ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് ആ സെയിം തയ്യൽ തുമ്പ് തന്നെ സ്ലീവിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ചും കൂടി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത്ര വരെ നമ്മൾ നോർമൽ സ്ലീവിന് കട്ട് ചെയ്യാനായിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കോൾഡ് സ്ലീവ് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അളവാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കോൾഡ് സ്ലീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2.5 ഇഞ്ച് വിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴേക്ക് 3 ഇഞ്ചിലും പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ബോക്സായിട്ട് വരച്ചെടുക്കുക. ഇനി നമ്മൾ നെക്കിനൊക്കെ യു ഷേപ്പിൽ വരച്ചെടുക്കാറില്ലേ, അതേപോലെ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. നെക്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ വരച്ച ലൈനിൽ കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറ്. പക്ഷെ നമ്മൾ കോൾഡ് സ്ലീവിന് കട്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നീക്കിയിട്ട് ഒരു റൗണ്ട് കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എന്നാലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത 2.5-യിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഈ മാർക്ക് ചെയ്ത് ഈ ഔട്ട്ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കോൾഡ് സ്ലീവിൻ്റെ റൗണ്ട് വരച്ചില്ലേ, അത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ലൈൻ വരച്ചില്ലേ, ആ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ആ ബോക്സിനോട് വരച്ച ഫസ്റ്റ് ലൈനില്ലേ, അതല്ല, 1/4 ഇഞ്ച് നീക്കി മുകളിലേക്ക് നീക്കി വരച്ച ഈ ലൈനില്ലേ, ഈ ലൈനിൽ കൂടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ 2 പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ മെയിൻ ഫാബ്രിക് ലൈനിങ്ങിനേക്കാളും ഇതേപോലെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തുണി ഒപ്പം ഉണ്ടാവുള്ളൂ, അല്ലാതെ തുണി കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എക്സ്ട്രാ കൂട്ടിയിടണം എന്ന് പറയും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ.
ഇനി നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ നിവർത്തിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ചീത്ത വശത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം അങ്ങനെ രണ്ടും അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഈ യു ഷേപ്പിലുള്ള ഇതിലും അതുപോലെ തന്നെ താഴെ വക്ക് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നെക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കൂലേ, ഇതേപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മറിച്ചിട്ടെടുക്കാം. താഴത്തെ വക്കും കൂടി ഒന്ന് അടിച്ചിട്ട് ശേഷം നമുക്ക് മറിച്ചിട്ടെടുക്കാം. ലൈനിങ് വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വക്ക് അടിച്ച് കൊടുത്താൽ മതി താഴെ. ഇനി നമുക്ക് ഈ സ്ലീവ് ടോപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്ലീവ് 2.5 ഇഞ്ച് വിട്ട് കൊടുത്തിട്ടല്ലേ റൗണ്ട് ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ആ സെയിം 2.5 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. ഈ സെൻറ്ററിൽ നിന്ന്, അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത ഈ സെൻറ്ററില്ലേ, ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും 2.5 ഇഞ്ച് നീക്കിയിട്ടൊരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മാർക്ക് ചെയ്ത കറക്റ്റ് പോയിൻറ്റിൽ ഇതേപോലെ സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്ലീവിൻ്റെ എഡ്ജ് ആ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് നമുക്ക് താഴെ അറ്റം വരെ ഇതേപോലെ ടോപ്പിൻ്റെയും സ്ലീവിൻ്റെയും എഡ്ജുകൾ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സൈഡ് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ തന്നെ ഈ സ്ലീവിൻ്റെ ഈ കോർണർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ തൊട്ടിട്ട് താഴെ റിഗാളിൻ്റെ താഴെ അറ്റം വരെ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്തിട്ട് സ്ലീവ് അതിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഷോൾഡറിൻ്റെ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കണമുണ്ടോ, അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് വെച്ച് അടിച്ചു കൊടുക്കാം. കോട്ടനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് മടക്കി വെച്ച് അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പീസ് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളമുള്ള ഒരു പീസ് തുണി എടുത്തിട്ട് ഒപ്പം മടക്കി കൊടുക്കുക. അപ്പോൾ ഒപ്പം മടക്കുന്നതിന് മുമ്പായിട്ട് സൈഡിലുള്ള ആ വക്കുണ്ടല്ലോ ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ വെച്ച് കൊടുക്കുന്ന ഗ്യാപ്പുള്ള ഭാഗം, ആ കറക്റ്റ് ആ ഗ്യാപ്പ് സ്റ്റാർട്ട് ചെയ്യണ അവിടേക്ക് നമുക്ക് ഈ പീസ് വെച്ച് കൊടുക്കുക. ഈ അറ്റം തുടങ്ങി നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വക്ക് ഒരുമിച്ച് വെച്ചിട്ട് മറ്റേ അറ്റത്തെത്തുമ്പോൾ വക്ക് ഇതേപോലെ ഈ നമ്മളെടുത്ത എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ അതിൻ്റെ എഡ്ജ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അതിനോട് ചേർന്ന ഒരു കണ്ടിന്യൂഷൻ ആകണം. ആ ഒരു രീതിയിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം 2 സൈഡിലത്തെയും അടിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഒപ്പം മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വെക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ചേർത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് അറ്റം വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്യാപ്പില്ലാതെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതിനെ ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സ്ലീവിൻ്റെ വക്കും നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കോൾഡ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീവിൻ്റെ പാറ്റേൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ സ്ലീവ് പിടിപ്പിച്ച ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് മറ്റൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.